Greetings to you all in the precious name of our Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുകയാണ്. It is indeed a pleasure to be with you all, to worship our Lord and our Savior. നിങ്ങൾ എല്ലാവരോടും ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാനും അവനോട് ഒപ്പം കൂട്ടായ്മ ആചരിക്കുവാനും സന്തോഷമുണ്ട് എന്ന് അറിയിക്കുകയാണ്. Just like Satyaraj Uncle just mentioned, because of the Tirumala broadcast, even we could take part in these spiritual activities and be blessed spiritually also. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ സത്യരാജ് സഹോദരൻ പറഞ്ഞതുപോലെ തിരുമല ബ്രഹ്മസ്മൃതിയുടെ ബ്രോഡ്കാസ്റ്റിനോടനുബന്ധിച്ച് മീറ്റിങ്ങുകളും ആത്മീയ ശുശ്രൂഷകളും പങ്കാളികളാകുവാൻ ഞങ്ങൾക്കും ദൈവം സഹായം തരുന്നു. In connection with our meditation, let us just read a portion from the scripture, Galatians chapter 5 verse 13. നമ്മുടെ ഇന്നത്തെ ചിന്തയോടനുബന്ധിച്ച് നമുക്കൊരു ഭാഗം ആദ്യമായിട്ട് വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിക്കുവിൻ. When we read this verse, what comes to our mind when we hear the word serve, to serve? ഈ വാക്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സേവകത്വം അല്ലെങ്കിൽ സേവനം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എന്താണ് കടന്നു വരുന്നത്? It can be, the reaction can be in different ways. Some might have it positively, some might have it negatively. ചിലർക്ക് അത് നല്ല രീതിയിലുള്ള നല്ല ലക്ഷ്യത്തോടുള്ള ചിന്തകൾ കടന്നു വരും, ചിലർക്ക് തെറ്റായ രീതിയിലുള്ള ചിന്തകളും കടന്നു വരാൻ സാധ്യതയുണ്ട്. But when we think of a servant, many times we think of someone who is low, who has low skills, who doesn't have much ambition, or who cannot do much things by themselves. സേവനം അല്ലെങ്കിൽ സേവകത്വം എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദാസൻ എന്നുള്ള വാക്ക് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു താഴ്ന്ന അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത ആ ഒരു താഴ്ന്ന തരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നത്. Irrespective of that, the New Testament draws the picture of a servant time after time after time. അത് എന്ത് തന്നെ ആയാലും പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഈ ദാസൻ എന്നുള്ള അതിന്റെ ചിത്രം പല അവസരങ്ങൾ മാറി മാറി വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. We can see the apostles picturize themselves as servants. നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോസ്തലന്മാർ തങ്ങളെ തന്നെ ദാസന്മാരായിട്ട് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. They commend their fellow ministers, colleagues to work as servants. അവരുടെ കൂട്ട് ശുശ്രൂഷകന്മാരെ അല്ലെങ്കിൽ കൂടെയുള്ള സഹവിശ്വാസികളൊക്കെ അവരെ ദാസന്മാരായി അവർ പറയുന്നുണ്ട്. We are also called to be servants. നാമം അതേപോലെ ദാസന്മാരായിട്ട് വിളിക്കപ്പെട്ടവരാണ്. When we look at the writings, the epistles, we can see the apostles or the disciples themselves addressing themselves as bond servants. നാം അപ്പോസ്തലന്മാരുടെ ഈ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരും അല്ലെങ്കിൽ അത് എഴുതിയ ആൾക്കാരെല്ലാവരും തന്നെ തങ്ങളെ തന്നെ പരിചയപ്പെടുത്തുന്നത് ദാസന്മാരായിട്ടാണ് തന്നെയാണ്. Paul says in Romans 1 verse 1, Paul, a bond servant of Jesus Christ. നമ്മുടെ റോമാലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവിന്റെ ദാസനായ പൗലോസ് എന്ന് പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. In 2 Peter 1 verse 1, Peter also does the same, and in James 1 verse 1, James also says a bond servant of God and the Lord Jesus Christ. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോഴും 1-ാം അധ്യായത്തിലും പത്രോസ് തന്നെ അങ്ങനെ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. യാക്കോബിന്റെ ലേഖനത്തിലോട്ട് വരുമ്പോഴും ആ രീതിയിൽ തന്നെയാണ് അങ്ങനെ തന്നെ പരിചയപ്പെടുത്തുന്നത്. When we look, they all viewed themselves as humble servants. അവർ തങ്ങളെ തന്നെ നോക്കുമ്പോൾ താഴ്മയുള്ള ദാസന്മാരായിട്ടാണ് അവർക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് കാണുന്നത്. Even God calls each and every one of us, each believer, to a life of service. നമ്മെ ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തു വിളിച്ചു എങ്കിൽ നമ്മെ എല്ലാവരെയും തന്റെ ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള ദാസന്മാരായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. As we see in this verse which we just read, Galatians 5 verse 13, it goes beyond the call to love one another.
ഈ നമ്മളിപ്പോ വായിച്ച ഗലാത്യ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ ആ ദാസ്യത്വം എന്നുള്ള പദവിയുടെ ഒരു പടി കൂടെ കൂടിയിട്ട് സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ എന്ന് കാണുന്നുണ്ട്. To accept one another, to live in harmony with one another. Hence, we are called to become servants of one another. നാം അന്യോന്യം സാഹോദര്യമുള്ളവരായിട്ട് അന്യോന്യം കീഴ്പ്പെട്ട് ആ ഒരു രീതി സ്നേഹത്തോടെ കഴിയണം എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. You know, a person can be tempted to view the freedom that we have in Christ in a selfish or selfish opportunity in the flesh. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം ഒരുപക്ഷെ ചിലർ അവരുടെ സ്വാർത്ഥമായ ചില ചിന്തകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. Selfish opportunity to do anything as they desire. അവർ ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് അവർ താല്പര്യപ്പെടുന്നു. But Paul here points out that true Christian liberty is the freedom to serve one another in love. എന്നാൽ പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അന്യോന്യം സ്നേഹത്താൽ സേവിപ്പിൻ എന്നുള്ളതാണ്. Coming back to the scriptures, what does the Bible want us to have of a servant? എന്താണ് വേദപുസ്തകത്തിൽ ഒരു സർവന്റ് അല്ലെങ്കിൽ ദാസനെ കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് വേദപുസ്തകത്തിലേക്ക് നോക്കാം. When we look into this literal translation of Galatians 5:13, we can see that so you use freedom by making yourself slaves to one another in love. We are asked to make ourselves slaves to one another in love. നാം അന്യോന്യം അടിമകളാക്കി സ്നേഹത്തിൽ സ്വാതന്ത്ര്യമുള്ളവരായിട്ട് ഇരിക്കണം എന്നതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള പരിഭാഷയിൽ പറയുന്നത്. When we think of a slave, what picture does it bring to our mind? ഒരു അടിമയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്താണ്? Paul is calling here for servanthood. Paul is calling for servanthood. നാം സേവകത്വം അല്ലെങ്കിൽ ദാസ്യത്വം എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് നമ്മെ വിളിക്കുന്നതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. Servanthood comes from the heart. ദാസ്യത്വം എന്നുള്ള ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു കാര്യം ഉണ്ടാകുന്നത് ഹൃദയത്തിൽ നിന്നാണ്. It starts from our heart, blossoms from our own desire, and it is rooted in our love for God and others. അത് ഫലത്തിലേക്ക് വരുന്നത് നമ്മുടെ ആഗ്രഹത്തിലൂടെയും അത് വേരൂന്നി നിൽക്കുന്നത് കർത്താവിന്റെ സ്നേഹത്തിലും അല്ലെങ്കിൽ കർത്താവിലുമാണ്. Paul does not talk here about an obligation or duty that we have towards one another. പൗലോസ് ഇവിടെ പറയുന്നത് നാം നിർബന്ധമായിട്ട് ചെയ്യേണ്ടതോ അല്ല നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. But he is talking about what we should freely want to do. എന്നാൽ നാം സ്വാതന്ത്ര്യത്തോടെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. We make ourselves the servant of another because we love them. നാം അന്യോന്യം ദാസന്മാരായിട്ട് കണക്കാക്കുകയാണെങ്കിൽ നാം അന്യോന്യം സ്നേഹമുള്ളവരായിട്ട് തീരും. And we desire to serve them. നാം അവരെ സേവിക്കുവാനായിട്ട് ആഗ്രഹമുള്ളവരായി തീരും. This might be easy to say, but it is not very easy to do, and does not come out naturally. അത് നമുക്ക് പറയുവാനായിട്ട് വളരെ എളുപ്പമാണ് എങ്കിലും അത് നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് വരുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. That is because of our sinful nature that we fight every day in every step of our way. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ പാപ പ്രകൃതി ഓരോ നിമിഷവും നമ്മൾ അഭിമുഖീകരിക്കുന്ന നമ്മുടെ ആ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ പ്രശ്നമാണ് എന്നുള്ളത് നമുക്കറിയാം. In this modern world, we can understand that children from a very small age, they are brainwashed in schools. Sorry? Children from the small age, they are brainwashed in school, in the education system. ഈ നവീന കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ അവരുടെ ചിന്താഗതികളൊക്കെ ഇപ്പൊ പല രീതിയിലോട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. What I mean to say is that the education system makes us to think self-centered, to me, mine. അവരുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയങ്ങൾ തന്നെ പറയുന്നത് സ്വയ കേന്ദ്രീകൃതമായ ചില ആശയങ്ങളാണ് അവരുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്നത്. We want spotlight, we want to have center stage, we want to have attention,
all these things lead us to become man pleasers, pleasing man by doing something to please them. നാം എല്ലാവരും അവരെല്ലാവരും കേന്ദ്ര വിഷയമായിട്ട്, എല്ലാത്തിന്റെയും കേന്ദ്രമായിട്ട്, എല്ലാവരും നേതാക്കന്മാരാകുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിലേക്കാണ്, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അവരുടെ ആശയങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. Our flesh doesn't want us to serve anyone, it desires to be served. നമ്മുടെ ജഡം ഒരിക്കലും മറ്റുള്ളവരെ സേവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, മറിച്ച് മറ്റുള്ളവരാൽ സേവിക്കപ്പെടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. This is why Paul warns us that we should not use our freedom to serve our sinful nature, literally our flesh. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ആ ഒരു പാപമായ ശരീരത്തിന് അടിമപ്പെടാതെ നാം ദാസന്മാരായി അന്യോന്യം ശുശ്രൂഷിക്കുവാനായിട്ട് പറയുന്നത്. We should not use this freedom to serve our sinful nature. നമ്മുടെ പാപ പ്രകൃതിയെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കരുത്. It is selfish by nature. It is focused entirely on what the flesh wants. അത് നമ്മുടെ പ്രകൃതിയാലുള്ള സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ സ്വയ കേന്ദ്രീകൃതമായ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത്. Going forward, let's read another verse, John chapter 12 verse 26. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. This is the words of Jesus Christ. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. If anyone serves me, let him follow me, and where I am, there my servant will also be. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. And Christ does not stop there, but he tells the side effects or the after effect of that. If anyone serves me, him my Father will honor. അവിടെ കൊണ്ട് കർത്താവായ യേശുക്രിസ്തു അവിടെ നിർത്തുന്നില്ല. ആരെങ്കിലും എന്നെ അനുഗമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ്, അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്നുള്ളതും പറയുന്നുണ്ട്. എന്റെ പിതാവ് അവനെ മാനിക്കും. God is not indebted to anyone. If you do as God commands, or if we are doing God's service, definitely we will be honored, we will be rewarded. ദൈവം ആർക്കും കടക്കാരനായിരിക്കില്ല. ദൈവം പറയുന്ന കാര്യം, കൽപ്പനകൾ നാം ചെയ്തു കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും നമ്മെ മാനിക്കും. ദൈവം നമുക്ക് അതിനുള്ള പ്രതിഫലം തക്കതായത് തരും. What does the Bible say of being a servant? എന്താണ് ഒരു ദാസനായിരിക്കുന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത്? 3 points I would like to take you through before concluding. 3 കാര്യങ്ങൾ നിങ്ങളോട് അതിനോടനുബന്ധിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. Number 1, servanthood is divine. സേവകത്വം അല്ലെങ്കിൽ ദാസ്യത്വം എന്ന് പറയുന്നത് ദൈവീകമാണ്. It is godly, it is eternal. അത് നിത്യതയോളം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. One thing we should understand is that it is not started by humans, it is started by God. അത് മനുഷ്യരാൽ ആരംഭിച്ച ഒരു കാര്യമല്ല, അത് ആരംഭിച്ചത് ദൈവത്താലാണ്. And it did not start in time, it started in eternity and it goes on to eternity. അതിന് ഈ ഭൂമിയിൽ വെച്ചുള്ള ഒരു തുടക്കമല്ല, അത് ആരംഭത്തിൽ നിത്യതയിൽ തന്നെ ആരംഭിച്ചതും നിത്യതയോളം നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. Let's read in connection with that, let's read Matthew chapter 12 verse 15 to 18. അതിനോടനുബന്ധിച്ച് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യേശു അതറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. വളരെ പേര് അവന്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കി. തന്നെ പ്രസിദ്ധമാക്കരുത് എന്ന് അവരോട് ആജ്ഞാപിച്ചു. ഇതാ, ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കരയിക്കുകയില്ല, നിലവിളിക്കുകയുമില്ല. ആരും തെരുവുകളിൽ അവന്റെ ശബ്ദം കേൾക്കുകയും ഇല്ല. Here we see about Christ the servant. ഇവിടെ കർത്താവായ യേശുക്രിസ്തു എന്ന ദാസനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. Just like Isaiah the prophet says, behold my servant whom I have chosen. Words of God.
യെശയ്യാവ് അവിടെ പറയുന്നത് പോലെ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ. Here we see Christ is being a servant, and servanthood is a character of God himself. കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തിന് തന്റെ ഒരു സ്വഭാവമായിട്ട് ഈ ദാസ്യത്വം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. We should have a mindset that this is not inferior, something inferior. It is something that God desires out of us. ഈ കാര്യം ദാസ്യത്വം എന്നുള്ളത് കേവലം ഒരു താഴ്ന്ന ചിന്താഗതി ഉള്ളതോ ആയിട്ടുള്ള താഴ്ന്ന അവസ്ഥയിൽ ഇരിക്കുന്നതുമല്ല, എന്നാൽ ദൈവം ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നാം ആദ്യം മനസ്സിലാക്കുക. It means that you are following a divine pattern. എന്ന് പറഞ്ഞാൽ നാം ദൈവികമായ ഒരു പദ്ധതിയിലൂടെ ആ ഒരു കാര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കുക. In verse 16 we see that in midst of the opposition, we see Christ is not retaliating. We see he is going in his own way. He is moving out from there. ഈ 16-ാം വാക്യത്തിൽ നാം ഇപ്പോൾ വായിച്ച മത്തായി 12:16 കർത്താവിന് മുന്നോട്ട് വരുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കർത്താവ് തന്റേതായ ദൈവികമായ പദ്ധതിയിലൂടെ തന്നെ കാണുവാനായിട്ട്. Christ without saying says that you carry on with yours, I am doing my God's work, and he move forward. നിങ്ങൾ അത് ചെയ്തുകൊള്ളൂ, ഞാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണെന്ന് പറയുക. Christ also clearly mentions it to them that not to make himself known, do not tell or publicize what Christ did. അവിടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത കാര്യങ്ങളെ കുറിച്ച് താൻ പ്രസിദ്ധമാക്കുകയോ അങ്ങനെ ഒന്നും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. He was not seeking anything, fame or popularity, anything. അവൻ അവിടെ പ്രസിദ്ധിയോ ഉള്ള കാര്യങ്ങളൊന്നും അവൻ അവിടെ ആഗ്രഹിക്കുന്നില്ല. Just, and we see in verse 18 the words of God the Father, behold my servant whom I have chosen. അവിടെ പറയുന്നുണ്ട് 17-ാം വാക്യത്തിലാണ് മലയാളത്തിൽ, ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ. And when we go forward, it is mentioned that in 19 he will not quarrel nor cry out, nor will anyone hear his voice in the street. 18-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയുമില്ല, ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല. We see the humble nature or the servanthood of Jesus Christ here. കർത്താവായ യേശു ക്രിസ്തു എന്ന ദാസന്റെ താഴ്മയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. Moving forward, let's read Matthew chapter 20 verse 28. നമുക്ക് മുന്നോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. Here we see Christ is identifying himself with the humans. അവിടെ കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനുമായിട്ട് സാമ്യപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. This is the spirit of Jesus Christ. He did not come to be served, but to serve and to give his life as a ransom for many. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നു. This clearly shows that this marks the divine nature of servanthood. ഇത് ഈ ഒരു കാര്യം തന്നെ ദാസ്യത്വത്തിന്റെ ദൈവികത്തെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു കാര്യമാണ്. Servanthood, as I mentioned earlier, it did not begin in time. It did not begin with humanity. It began with God, and it began in eternity itself. നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ദാസ്യത്വം എന്ന് പറയുന്ന കാര്യം കേവലം മനുഷ്യ യുഗത്തിൽ ആരംഭിച്ച ഒരു കാര്യമല്ല, അത് നിത്യത മുതലേ തുടങ്ങിയ ഒരു കാര്യം തന്നെയാണ്. When we look in connection with the Holy Spirit also, we can see that he has been sent as a helper. നമുക്കിവിടെ കാണുന്നത് പരിശുദ്ധാത്മാവിനെ തന്നെ ഒരു സഹായിയായിട്ട് അയക്കുന്ന കാര്യം. In John 14 we can see the sending of Holy Spirit. In John 16 verse 7 to 11 we can see that the helper will come to you. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ അയക്കുന്നതും 16-ാം അധ്യായത്തിലെ 7 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ നമ്മുടെ സഹായത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്.
And we read in, because due to lack of time, I'm not reading all the verse, but in John 16 verse 7, we see it is to your advantage. അത് നിങ്ങളുടെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. The helper will come to you. ആ കാര്യസ്ഥൻ നിങ്ങളെ അടുക്കലേക്ക് അയക്കുകയാണ്. We know the Holy Spirit is in the process of serving and helping man to be saved. നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് തന്നെ അവൻ നമ്മെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷയാണല്ലോ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. When we look at the heavenly beings, we can see they are also in the process of service. സ്വർഗത്തിലെ ജീവികളെ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെയും കാണുവാനായിട്ട് കഴിയുന്നത് അവരും സേവിക്കുന്ന കാര്യത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. If we look at the seraphims, the cherubims, the angels, they are all in the process of serving. സാറാഫുകളെയും കെരൂബുകളെയും ദൂതന്മാരെയും കാണുമ്പോൾ അവരെല്ലാവരും തന്നെ ശുശ്രൂഷിക്കുന്നവരായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. In Hebrews chapter 1 verse 14, we read that here it's talking about the angels. Are they not all ministering spirits sent forth to minister for those who will inherit salvation? They are sent forth to minister. നാം എബ്രായ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോ അവര് സേവക ആത്മാക്കളല്ലയോ എന്നുള്ളത് കാര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. They are all serving God eternally. അവരെല്ലാവരും നിത്യതയോളം ശുശ്രൂഷിക്കപ്പെടുന്ന ആൾക്കാരായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. So as we saw, servanthood is a divine and eternal thing. അപ്പോൾ നമ്മൾ കണ്ടത് സേവകത്വം അല്ലെങ്കിൽ ദാസ്യത്വം എന്ന് പറയുന്നത് ദൈവിക ഒരു കാര്യമാണ്. Secondly, moving forward, servanthood, we have been called to serve. നാം ദാസന്മാരായിട്ട് വിളിക്കപ്പെട്ടവർ എന്നുള്ളതാണ് ഞാൻ രണ്ടാമതായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. When we look, God does not call everyone to leadership. എല്ലാവരെയും നേതാക്കന്മാരായി നയിക്കുവാനായിട്ടല്ല എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. Service is a pathway in the body of Christ to leadership. You start with service, servanthood, and it rises to leadership. നമ്മെ ദാസ്യത്വത്തിലേക്ക് വിളിച്ച് ആ ദാസീയ ശുശ്രൂഷ അല്ലെങ്കിൽ ആ ശുശ്രൂഷയിലൂടെ നമ്മെ നേതാക്കന്മാർ നയിക്കുന്നവരാക്കി ദൈവം മാറ്റുകയാണ് ചെയ്യുന്നത്. God never calls and makes anyone immediately a leader. എല്ലാവരെയും ഉടനെ തന്നെ നേതാക്കന്മാരായിട്ടല്ല ദൈവം വിളിക്കുന്നത്. We are all called to serve. എല്ലാവരെയും ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. Just coming back to the same portion that we read in Matthew chapter 20, this time we'll read from verse 25. നമ്മൾ നേരത്തെ വായിച്ച അതേ അധ്യായത്തിന്റെ മത്തായി സുവിശേഷം 20-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യേശുവോ അവരെ അടുക്കെ വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസൻ ആകണം. Here Christ Jesus is clearly telling that you know that the rulers of the Gentiles lord it over them, and they have this great exercise, so they exercise authority over them. നാം ഇവിടെ വായിക്കുന്നത് യേശുക്രിസ്തു പറയുകയാണ്, ജാതികൾ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, മഹത്വക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു എന്നാണ് പറയുന്നത്. He clearly says that you are not called to dominate. കർത്താവ് യേശുക്രിസ്തു വ്യക്തമായിട്ട് അവിടെ പറയാണ്, നിങ്ങൾ എല്ലാവരിലും അധികാരം നടത്തുന്നതിന് വേണ്ടിയിട്ടല്ല എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. You are called to serve. You are called to be a servant. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദാസന്മാരായിട്ടാണ്, അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. One thing we have to understand is that higher you want to go, higher up you want to go, the lower you need to start from. നിങ്ങൾ എത്രത്തോളം ഉയരത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം താഴ്ചയിലേക്ക് നിങ്ങൾ വരണം. Way up means coming down. മുകളിലേക്ക് പോവുക എന്ന് പറയുന്നത് താഴേക്ക് കുനിയുക എന്നുള്ളതാണ്. Higher you go up, that means lower you need to go.
മുകളിലേക്ക് പോകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ താഴേക്ക് പോകുക എന്നുള്ളതാണ്. That is how God works, and it is God who, as we humble ourselves, it is God who lifts us up. അതാണ് ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നാം താഴ്മയുള്ളവരായി തീരുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും. Let's read another verse, 1 Peter 5 verse 5. 1 പത്രോസ് 5-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് വായിക്കാം. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. This is primary submission. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ആ ഒരു താഴ്മ അല്ലെങ്കിൽ ഭാവം എന്ന് പറയുന്നത്. Peter says, be clothed with humility. പത്രോസ് അവിടെ പറയാണ്, നാം താഴ്മ ധരിച്ചുകൊള്ളുവിൻ. It shows that we should in all form be humble before others. അത് പറയുന്നത് നമ്മൾ എല്ലാ രീതിയിലും എല്ലാ ഭാവത്തിലും നമ്മെ തന്നെ താഴ്മയുള്ളവരായി മാറ്റണം എന്നുള്ളതാണ്. God desires that we be humble and serve him and have an attitude of a servant. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ താഴ്മയുള്ളവരും നമ്മുടെ ഹൃദയത്തിലെ ഭാവങ്ങൾ ആ രീതിയിൽ ആയിരിക്കണം എന്നുള്ളതുമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. When we come into Matthew chapter 25, we read about the parable of the talent there. നാം മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താലന്തുകളുടെ ഉപമയെ കുറിച്ച് നാം അവിടെ കാണുന്നുണ്ട്. We see one person was given 5, one was given 2, and one was given 1. ഒരാൾക്ക് 5 താലന്തും ഒരാൾക്ക് 2 താലന്തും ഒരാൾക്ക് 1 താലന്തും കൊടുക്കുന്നത് കാണുന്നുണ്ട്. When we look there, the words of commendation for the person who received 5 and the person who received 2 talent is the same. നാം അവിടെ കാണുന്നുണ്ട് 5 താലന്ത് ലഭിച്ചവനും 2 താലന്ത് ലഭിച്ചവനും ദൈവം പറയുന്ന കാര്യം രണ്ടും One thing we have to understand is that commendation is not for what they did, but for what the use they made of it. The 5 talents, the 2 talents, how they made use of it is the thing that God looked into. അവർ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചല്ല അവിടെ പ്രശംസിച്ച് പറയുന്നത്, മറിച്ച് അവരെ എന്തിനായിട്ട് വിളിച്ചു അതിനനുസരിച്ച് അവർ ചെയ്തോ എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. The use they made out of the talent that was given to them. അവർക്ക് ദൈവം കൊടുത്ത ആ താലന്തുകളെ അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. And we see that both of them gained 100%. നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും രണ്ട് ആൾക്കാരും അവിടെ 100% അവിടെ നേടിയതായിട്ട് കാണുന്നുണ്ട്. But sadly to say, the man with 1 talent, what did he do? അവിടെ നാം ദുഃഖകരമെന്ന് പറയട്ടെ, അതിലെ 1 താലന്ത് ലഭിച്ചവൻ എന്താണ് ചെയ്തത് നമുക്കറിയാലോ. He took it and he buried it. അവൻ ആ 1 താലന്ത് കുഴിച്ചിടുകയാണ് ചെയ്തത്. What a tremendous loss the body of Christ suffers due to people like this. അങ്ങനെയുള്ള ആ ഒരു മനോഭാവമുള്ള ആൾക്കാരെ കുറിച്ച് ദൈവം എത്രത്തോളം വിഷമിക്കുന്നുണ്ടാകും. Brothers and sisters, we should be very, very cautious in the way in which we use the spiritual gifts and that God has given to us. പ്രിയമുള്ളവരെ, എന്നെ ഇന്ന് കേൾക്കുന്ന എല്ലാ ദൈവമക്കളുമേ, ഈ ഒരു ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ ദൈവ നാമമഹത്വത്തിനായിട്ട് നാം ഉപയോഗിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. Let's read a verse from 2 Corinthians chapter 4 verse 5. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞങ്ങളെ തന്നെ അല്ല, ക്രിസ്തു യേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. Paul describes himself as those who minister with him as slaves to the people. അവിടെ പൗലോസ് തന്നെ പറയുകയാണ്, ശുശ്രൂഷിച്ചവർ തങ്ങളെ ദാസന്മാർ എന്ന രീതിയിലാണ് അവിടെ പറയുന്നത്. We can see 3 things that we need to look into, ponder into. നമുക്ക് 3 കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. One is set aside yourself. Yourself should always be set aside. നമ്മുടെ സ്വയത്തെ നാം മാറ്റി വെക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. Do not be self-promoting. നമ്മെ തന്നെ ഉയർത്തുന്ന കാര്യങ്ങളിലോട്ട് നാം ചെയ്യാനായിട്ട് പാടില്ല. Do not be self-centered.
നമ്മെ തന്നെ സ്വയ കേന്ദ്രീകൃതമാകുവാനായിട്ട് നാം പാടില്ല. Preach Jesus Christ the Lord, live Christ Jesus, and he will draw the people to him. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുക, അവന് വേണ്ടി ജീവിക്കുക, അവൻ നമ്മെ മുന്നോട്ട് നയിക്കും. Set aside yourself, your ego should always be set aside. നമ്മുടെ ഈഗോകളും നമ്മുടെ സ്വയ കേന്ദ്രീകൃതമായ കാര്യങ്ങളൊക്കെ നാം മാറ്റി വെക്കുക. Another point that Paul tries to convey here is that you are slaves for Jesus. അവിടെ അടുത്ത കാര്യം പൗലോസ് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ കർത്താവിന്റെ ദാസന്മാരാണ് എന്നുള്ളതാണ്. We very well know that Paul was a very orthodox kind of Jew. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നിയമങ്ങളെ ഒക്കെ പാലിച്ചു വന്ന ഒരു യഹൂദനായിരുന്നു പൗലോസ് എന്നുള്ളത്. And when we think about the Jews, they, one of their prayer matter is they used to thank God that they were a Jew and not a Gentile. So that position they valued much, being a Jew. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാർത്ഥിക്കുന്നത് തന്നെ അവർ ജാതികളല്ലാതെ യഹൂദനായി ജനിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുന്ന, അതിനെ മാന്യത കൽപ്പിക്കുന്ന യഹൂദനാണ് എന്നുള്ളതിന് വലിയ പദവി നൽകുന്ന ഒരു കൂട്ടരാണ് യഹൂദന്മാർ എന്ന് പറയുന്നത്. This same Paul who was a Jew, we see his attitude here. അതേ ഒരു യഹൂദനായിട്ടുള്ള പൗലോസിന്റെ മനോഭാവമാണ് നാം ഇവിടെ മറ്റൊരു രീതിയിൽ കാണുന്നത്. We very well know that what kind of city Corinth was and what a wicked city it was. ആ കൊരിന്ത്യയിലുള്ള നഗരം എന്ന് പറയുന്നത് എത്ര മോശമായ രീതിയിലുള്ള നഗരമാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. And to these people he is telling, we are your slaves. എന്നാൽ പൗലോസ് ഇവിടെ പറയുകയാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ദാസന്മാരാണെന്ന് അങ്ങനെയുള്ള ആൾക്കാരോട് പറയുകയാണ്. Let's read 1 Corinthians chapter 6 verse 9 to 11. 1 Corinthians chapter 6 verse 9 to 11. നമുക്ക് അടുത്തതായിട്ട് 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാർ ആയിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. Here we see that do you not know that the unrighteous will not inherit the kingdom of God? നീതീകരണം ഇല്ലാത്തവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല നിങ്ങൾ അറിയുന്നില്ലയോ? And he goes on to say a long list of people who will not inherit the kingdom. ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയാത്തവരുടെ ഒരു നീണ്ട നിര തന്നെ അവിടെ പൗലോസ് പറയുന്നുണ്ട്. And in verse 11 Paul says, and such were some of you. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എന്ന് 11-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. And to such kind of people this Jewish Paul is telling, we are your slaves. അങ്ങനെയുള്ള ആൾക്കാരോട് പൗലോസ് പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ് എന്നുള്ളത്. Brothers and sisters, we need to humble ourselves. പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം നമ്മെ തന്നെ താഴ്ത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. This is called servanthood. ഇതാണ് ദാസ്യത്വം എന്ന് പറയുന്ന ദാസ്യത്വത്തിന്റെ വിളി എന്ന് പറയുന്നത്. And this is one of the greatest mysteries of the scripture that we have. ഇതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്ന ദൈവവചനത്തിലെ ഏറ്റവും വലിയ മർമ്മം എന്ന് പറയുന്നത്. In order to go up, we need to start down. നാം ഉയരത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നാം താഴോട്ട് വരിക. You want to get high, you need to start low. നിങ്ങൾ ഉയരത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ താഴേക്ക് വരിക. The path to true greatness is paved with humble service. നമ്മുടെ നീതീകരണത്തിലേക്ക് ഉയർച്ചയിലേക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മെ തന്നെ നാം താഴ്ത്തുക എന്നുള്ളതാണ്. Throughout the Bible, throughout the history, we can see a lot of great leaders who were great servants. നാം ബൈബിളിലും വേദപുസ്തകത്തിലും ചരിത്രത്തിലൊക്കെ നാം കാണുന്നത് താഴ്മയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ വ്യക്തികളെ ദൈവം വലിയ നേതാക്കന്മാരായി നായകന്മാരാക്കി മാറ്റിയതിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. Influential power is achieved through putting others first.
നമ്മുടെ സ്വാധീന വലയത്തിൽ സ്വാധീന ശക്തിയാൽ മറ്റുള്ളവരെ ആദ്യം വയ്ക്കുന്ന ഒരു സ്വഭാവം. The last shall be first. ഏറ്റവും അവസാനം നിൽക്കുന്നവൻ മുന്നിലേക്ക് വരുന്ന ഒരു അവസ്ഥ. The way up is starting from down. മുകളിലേക്കുള്ള വഴി എന്ന് പറയുന്നത് തുടങ്ങുന്നത് താഴെയിൽ നിന്നാണ്. It turns the conventional wisdom of our culture upside down. നമ്മുടെ സംസ്കാരത്തിന്റെ രീതി എന്ന് പറയുന്നത് നേരെ മറിച്ചുള്ളത് ആണ് എങ്കിലും, because the world does not teach us like this. നമ്മുടെ ലോകം ഇതൊന്നും നമ്മെ പഠിപ്പിക്കാനായിട്ട് പോകുന്നില്ല. But the word of God says like this. എന്നാൽ ദൈവവചനം ഈ രീതിയിലാണ് നമ്മെ പഠിപ്പിക്കുന്നത്. It teaches us and wants us to practice like that. ഈ രീതിയിൽ ആണ് നാം ചെയ്യണമെന്നും പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണമെന്നും നമ്മെ പഠിപ്പിക്കുകയാണ്. Dear brothers and sisters, let us have an introspection. നമ്മുടെ സ്വയ പരിശോധനയ്ക്ക് നാം വിധേയരാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. What we are, how we do things, only you and God knows. നാം എങ്ങനെയുള്ളവരാണ്, ഏത് രീതിയിലുള്ളവരാണെന്ന് നമുക്കും ദൈവത്തിനും മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. What your mentality is, what your attitude is, only you and God knows. നിങ്ങളുടെ മനോഭാവം എന്താണെന്ന്, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ദൈവത്തിന് മാത്രമേ, നിങ്ങൾക്ക് മാത്രമേ അറിയാനായിട്ട് കഴിയത്തുള്ളൂ. And we are no one to judge anyone else. മറ്റുള്ളവരെ വിധിക്കുവാനായിട്ട് നാം ആരുമല്ല. But we have to look into ourselves. നാം നമ്മെ തന്നെ നോക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. When I was thinking about this, one thing that came into my mind is in connection with the the athletics. When we see in Olympics or world tournament, the athletics. നാം ഈ കാര്യം ഞാൻ ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വന്ന ഒളിമ്പിക്സിലെ അത്ലറ്റിക്സിന്റെ കാര്യമാണ്. You have lot of people looking onto you, staring onto you. അനേകം ജനങ്ങൾ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ടാവും. They might be critically also analyzing what you're doing. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വളരെ സൂക്ഷ്മതയോടെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. But you need not worry about them. എന്നാൽ നിങ്ങൾ അവരെ കുറിച്ചൊന്നും ആകുലരാകേണ്ട ആവശ്യമില്ല. Set your goal fixed on the finishing line. നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ കണ്ണുകൾ ആ ഒരു അവസാനത്തിലേക്ക്, വിജയത്തിലേക്ക് മാത്രമാണ് അവർ നോക്കുന്നത്. The athletes concentrate or fixes their eye on the finishing line. അവരുടെ ഓട്ടക്കാരുടെ നോട്ടം എന്ന് പറയുന്നത് ആ ഫിനിഷ് ചെയ്യുന്ന ലൈനിലേക്കാണ്, ആ വിജയത്തിന്റെ ആ ഒരു വഴിയിലേക്കാണ് അവർ നോക്കുന്നത്. We have to be faithful to the calling with which you are called. In some cricket matches, we have seen those fielders who are staying towards the boundary. When the team is winning or losing, you see people throwing bottles or trying to disturb them. ക്രിക്കറ്റ് കളിയൊക്കെ കാണുന്ന സമയത്ത് ബൗണ്ടറിയുടെ അടുത്ത് ഫീൽഡ് ചെയ്യുന്ന ആൾക്കാർ, അവർ വിജയിക്കുക അവരുടെ ടീം തോൽക്കുക ആയിക്കോട്ടെ, കാണാൻ വന്നിരിക്കുന്ന കാണികൾ അനേക വസ്തുക്കൾ ഒരുപക്ഷെ അവരുടെ ദേഹത്തേക്ക് എറിയുവാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ നാം കണ്ടിട്ടുണ്ട്. To discourage them, to pull them down, to remove their focuses. അവരുടെ ലക്ഷ്യം ആവേശത്തെയും ചോർത്തുവാനായിട്ട്, നിരുത്സാഹപ്പെടുത്തുവാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. But we see all these people, they are focused on what their calling is, what their job is. എന്നാൽ ആ ആൾക്കാരെല്ലാം, ആ വ്യക്തികളെല്ലാവരും തന്നെ എന്നെ കേന്ദ്രീകരിക്കുന്നു. In connection with the athletes, when they run the race, we can see, after the race, the close-up, the finishing line, how they reached, how close it was, who in a fraction of a second, who won, everything to be monitored. There's an umpire. അവിടെ ഒരു അമ്പയർ ഉണ്ടാവും. ആരാണ് ആദ്യം വിജയിക്കുന്നത്, ആരാണ് ആദ്യം ഫിനിഷ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓട്ടക്കാരുടെ കാര്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. Brothers and sisters, be faithful to the calling with which we have been called with. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വിളിക്ക് യോഗ്യരായിട്ട് അല്ലെങ്കിൽ വിളിക്ക് വിശ്വസ്തതയുള്ളവരായിട്ട് തന്നെ തീരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. The world may criticize you, discourage you. നമ്മുടെ ചുറ്റുമുള്ള ലോകം നമ്മെ നിരുത്സാഹപ്പെടുത്തും, നമ്മെ കുറ്റപ്പെടുത്തും. Even our fellow believers, colleagues might pull us down. നമ്മുടെ കൂടെയുള്ളവരോ അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളോ തന്നെ നമ്മെ നിരുത്സാഹപ്പെടുത്തും, പുറകോട്ട് വലിക്കും.
but there is a God above who looks into everything. Man sees only from outside, but God sees you and he is ready to reward you for what you have done and how you have run the race. എന്നാൽ നമ്മളെ നോക്കുന്ന, നമ്മെ ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു വലിയവനായ ദൈവം നമുക്കുണ്ട്. മറ്റുള്ളവരെല്ലാം നമ്മെ പുറമേയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്, എന്നാൽ ദൈവം ഹൃദയങ്ങളെ നോക്കുന്നവനാണ്. അവൻ നമ്മെ സഹായിക്കും. We have been called to serve others. നാം മറ്റുള്ളവരെ സേവിക്കുവാനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. We are called to be humble and to cater to the needs of others around us. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മെ ശുശ്രൂഷകന്മാരായിട്ട് ആക്കിയിരിക്കുന്നത്. Let us have an introspection. Where do we stand? നാം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. And finally, the third point, the servanthood, it continues into eternity. മൂന്നാമതായിട്ട് അവസാനമായിട്ടും പറയട്ടെ, ഈ ദാസ്യത്വം അല്ലെങ്കിൽ ശുശ്രൂഷകത്വം എന്ന് പറയുന്നത് നിത്യതയോളം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. Let's read Revelation chapter 22 verse 3 to 5. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3 മുതൽ 5 വരെ. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നെ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. What a great thing. His servants would worshipfully serve him. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. The service does not end in this earth. It goes on to eternity. ഈ ദാസ്യത്വം അല്ലെങ്കിൽ ശുശ്രൂഷകത്വം എന്ന് പറയുന്ന ഈ ഭൂമിയിൽ അവസാനിക്കുന്നതല്ല, മറിച്ച് അത് നിത്യതയോളം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. What are the rewards for the faithful servants on this earth? എന്താണ് വിശ്വസ്തതയുള്ള ദാസന്മാർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലങ്ങൾ? We see that they would serve him in eternity. അവർ ദൈവത്തെ നിത്യതയോളം സേവിക്കുന്നവരായി മാറും. They will serve him in earth and will serve him in eternity. അവർ ഈ ഭൂമിയിൽ അവനെ സേവിച്ചു, ഈ നിത്യതയോളം അവനെ സേവിക്കുന്നവരായി മാറും. And another one great thing is that in verse 4, they shall see him, see his face, and his name shall be on their forehead. They shall see him face to face. അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്ന 4-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. What no one could do. No one have seen God, and we would see him, see how he is, and we would serve him, worshipfully serve him throughout eternity. ആർക്കും ചെയ്യുവാനായിട്ട് കഴിയാത്ത, ദൈവത്തെ ആരും കണ്ടിട്ടില്ലാത്ത ആ ദൈവത്തെ അവർ കാണും. അവർ നിത്യതയോളം ആ വലിയ ദൈവത്തെ സേവിക്കുന്നവരായി മാറും. Every believer's hope today is to see our Lord face to face. എല്ലാ വിശ്വാസികളും പ്രത്യാശയോടുകൂടി ആ വലിയ ദൈവത്തെ കാണുവാൻ, നേരിട്ട് കാണുവാനായിട്ട് ആഗ്രഹിച്ച് ഇരിക്കുകയാണ്. Dear brothers and sisters, servanthood is what we are called for. പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുശ്രൂഷകൻ അല്ലെങ്കിൽ ശുശ്രൂഷകത്വം, ദാസ്യത്വം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. It is compared to the work of a slave because it has some significance. ഈ ഒരു വാക്കിനെ അടിമയുമായിട്ടാണ് അതിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെതായ പ്രാധാന്യം അതിലുണ്ട്. We know, we have learned from the word of God during the initial stages of this pandemic that a slave has to work 24/7. Sorry, sir. We already learned about the work of a slave. A slave has to work all the time. ഇവിടെ നാം ആരംഭത്തിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഈ സമയത്ത് നാം ഓർത്തതുപോലെ ഈ അടിമ എന്ന് പറയുന്നത് 24 മണിക്കൂർ എല്ലാ ദിവസവും ജോലി ചെയ്യേണ്ടവരാണ്. Initially, when Tirumala Assembly started this pandemic work, Benuchan, I guess, was talking about these slaves. So there we could see that the slaves, they have to work in the field, and after coming back to their home, they have to serve their master. So it is service for them.
നമ്മുടെ ലോക്ക്ഡൌൺ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ നാം ആരംഭത്തിൽ ഒരു ശുശ്രൂഷയിൽ കേട്ടതുപോലെ ഒരു അടിമയുടെ ജോലി എന്ന് പറയുന്ന അവൻ വയലിൽ അധ്വാനിച്ചു കഴിഞ്ഞ് പിന്നെയും വന്ന് വീട്ടിൽ വന്ന് പിന്നെയും അവനെ സേവിക്കുക എന്നുള്ളതാണ് അവന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. Our duty is the same. നമ്മുടെ ഉത്തരവാദിത്വവും അത് തന്നെയാണ്. Are we glad to be a servant? നാം അവന്റെ ദാസന്മാരായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നുണ്ടോ? Are we glad to humble ourselves and work and serve him in humility? നമ്മുടെ ദൈവത്തെ താഴ്മയോടുകൂടി സേവിക്കുന്നതിൽ നാം ആഗ്രഹിക്കുന്നുണ്ടോ? If you give yourself to God, നാം നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ God is waiting to work through you. ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആഗ്രഹിച്ചിരിക്കുകയാണ്. Though through the little and inadequate that you have, if you give it to God, he will turn your inadequacy into sufficiency. നിന്നെ ഒന്നുമില്ലായ്മയും നിന്റെ കഴിവില്ലായ്മയും ഒക്കെ നീ ദൈവത്തിന് ഏൽപ്പിക്കുകയാണെങ്കിൽ അവൻ നിന്നെ അതിൽ മതിയായവനാക്കും, തൃപ്തിയുള്ള ഒരാക്കി മാറ്റും. Let's have an attitude like David. He said, I do not want to offer to the Lord something which cost me nothing. ദാവീദ് പറയുന്നത് പോലെ ഞാൻ ദൈവത്തിന് വേണ്ടി ചെലവായി പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Servanthood is something we see which is eternal and divine. ദാസ്യത്വം എന്ന് പറയുന്നത് ദൈവികമാണ്, അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. And each one of us, we are called to serve as a slave. നാം എല്ലാവരും അടിമകളായിട്ട് സേവിക്കുവാനായിട്ട് നമ്മെ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. And this service goes on to eternity. എന്നാൽ ആ ദാസ്യത്വം അല്ലെങ്കിൽ സേവകത്വം എന്ന് പറയുന്നത് നിത്യതയോളം നിലനിൽക്കുന്നതുമാണ്. Let us look into how do we rate ourselves in serving God. നമ്മുടെ ദൈവത്തെ സേവിക്കുന്നതിൽ നാം എത്രത്തോളം ഉള്ളവരാണ് എന്ന് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുക. With this thought, let us have an introspection into our life, and through this, let the mighty name of our Lord and Savior Jesus Christ be glorified. ഇതിലൂടെ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു സ്വയ പരിശോധന നടത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ.